ഓം ശാന്തി 7/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ഏറ്റവും നല്ല ദൈവീഗുണമാണ് ശാന്തമായി ഇരിക്കുക, അധികം ഒച്ചത്തിൽ വരാതിരിക്കുക, മധുരമായി സംസാരിക്കുക. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ടോക്കിയിൽ നിന്നും മൂവിയിലേക്കും മൂവിയിൽ നിന്ന് സൈലൻസിലേക്കും പോവുകയാണ്. ഇതിനാൽ അധികം ശബ്ദത്തിലേക്ക് വരരുത്. നമ്മൾ ആത്മാക്കൾ ദിവ്യഗുണധാരികളാകുകയാണ്. ദിവ്യഗുണങ്ങളിൽ ഏറ്റവും നല്ലതാണ് ശാന്തി എന്ന ഗുണം. ബാബ പറയുന്നു, ശാന്തമായിരിക്കുക, അധികം ശബ്ദത്തിലേക്ക് വരാതിരിക്കുക, മാധുര്യത്തോടെ സംസാരിക്കുക. ഇതെല്ലാം ശാന്തിയിൽ ഉൾപ്പെടുന്നു. നമ്മളിപ്പോൾ ശബ്ദത്തിൻ്റെ ലോകത്തിലാണ്, അതായത് ടോക്കിയിൽ ആണ്. ഈ ടോക്കിയിൽ നിന്ന് നമ്മൾ മൂവിയിലേക്ക് പോകണം. മൂവി എന്നുദ്ദേശിക്കുന്നത് ചലനം മാത്രമുള്ള സൂക്ഷ്മവദനത്തെയാണ്. അതായത് നമ്മളും സൂക്ഷ്മവദനവാസി ഫരിഷ്തയായി തീരണം. ഫരിഷ്ത സ്ഥിതിയിൽ നിന്നാണ് പിന്നെ നമ്മൾ സൈലൻസിലേക്ക്, അതായത് മൂലവതനത്തിലേക്ക് പോകുന്നത്. ഇതിനാൽ ബാബ ഓർമ്മിപ്പിക്കുന്നു, അധികം ശബ്ദത്തിലേക്ക് വരരുത്, നിശബ്ദത പ്രാക്ടീസ് ചെയ്യണം. ചോദ്യം: ഏത് മുഖ്യ ധാരണയുടെ ആധാരത്തിൽ സർവദൈവിക ഗുണങ്ങളും സ്വാഭാവികമായും വന്നു ചേരുന്നു? ഉത്തരം: മുഖ്യമാണ് പവിത്രതയുടെ ധാരണ. ദേവതകൾ പവിത്രരാണ്. ഇതിനാൽ അവരിൽ ദൈവിക ഗുണങ്ങളുണ്ട്. ഈ ലോകത്തിൽ ആരിലും തന്നെ ദൈവീ ഗുണങ്ങളുണ്ടാകുക സാധ്യമല്ല. രാവണ രാജ്യത്തിൽ ദൈവിക ഗുണങ്ങൾ എവിടെ നിന്ന് വരാനാണ്? നിങ്ങൾ റോയൽ കുട്ടികൾ ഇപ്പോൾ ദൈവിക ഗുണം ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവീ ഗുണങ്ങൾ മുഖ്യമായും 8 പറയുന്നത്: പവിത്രത, അന്തർമുഖത, നിർഭയത, ക്ഷമ, മാധുര്യം, നമ്രത, സഹനശീലത, ഹർഷിത്മുഖത. ഇതാണ് മുഖ്യമായ 8 ദൈവിക ഗുണങ്ങൾ. ഈ 8 ദൈവിക ഗുണങ്ങളിലും ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ധാരണ ചെയ്യുന്നതിലൂടെ ബാക്കി മറ്റെല്ലാം പിന്നാലെ തന്നെ വന്നു ചേരുന്നു. ആ മുഖ്യമായിട്ടുള്ളതാണ് പവിത്രത. ദേവീ ദേവതമാർ പവിത്രരായിരുന്നു. അതിനാൽ അവരിൽ ദൈവിക ഗുണങ്ങളും ഉണ്ടായിരുന്നു. നമ്മളെ ഇപ്പോൾ ബാബ ദത്തെടുത്തിരിക്കുകയാണ്. നമ്മൾ ബ്രാഹ്മണ ആത്മാക്കളാണ്. നമ്മൾ പവിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനാൽ നമ്മളും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഏറ്റവും മുഖ്യമായ പവിത്രതയുടെ ധാരണയിലൂടെ മറ്റെല്ലാ ഗുണങ്ങളും വന്നു ചേരുന്നു. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ ഒരു വ്യക്തിയിലും ദൈവിക ഗുണങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. കാരണം ആരും തന്നെയും പവിത്രമല്ല. എല്ലാവരും ഭ്രഷ്ടാചാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. കൂടാതെ ആരും ജീവിതത്തിൽ പവിത്രത പാലിക്കുന്നുമില്ല. ഈ കാരണത്താൽ ആരിലും ദൈവിക ഗുണങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല. നമ്മൾ ബ്രാഹ്മണ കുട്ടികൾ ദിവ്യ ജന്മം എടുത്തിരിക്കുകയാണ്. നാം പവിത്രവും ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനാൽ നമ്മളിൽ ദൈവിക ഗുണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ബാബയുടെ നമ്മൾ റോയൽ കുട്ടികളാണ്, രാജാ കുട്ടികളാണ്. നമ്മളിപ്പോൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗീതം: ഭോലാനാഥനേക്കാളും വേറിട്ടതായി വേറാരുമില്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആരോടും വളരെ വിനയത്തോടും പതുക്കെയും സംസാരിക്കണം. സംസാര രീതി വളരെ മധുരമുള്ളത് ആയിരിക്കണം. സൈലൻസിൻ്റെ അന്തരീക്ഷമായിരിക്കണം. ഒരു ശബ്ദവും ഉണ്ടാകരുത്. അപ്പോൾ സേവനത്തിൽ സഫലത ഉണ്ടാകും. 2. സത്യമായ പ്രിയതമകളായി
ഒരു പ്രിയതമനെ ഓർമ്മിക്കണം. ഓർമ്മയിൽ ഒരിക്കലും കണ്ണുകൾ അടച്ച് തല താഴ്ത്തി ഇരിക്കരുത്. അഭിമാനി ആയി ഇരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ സംസാര രീതി എങ്ങനെയായിരിക്കണം എന്ന് ബാബ പറഞ്ഞു തരുന്നു. വളരെ വിനയമുള്ളതായിരിക്കണം, പതുക്കെ ആയിരിക്കണം സംസാരിക്കുന്നത്, മധുരതയോടെ സംസാരിക്കണം, നിശബ്ദമായ വാതാവരണമായിരിക്കണം, ആവശ്യമില്ലാതെ ഒച്ച വയ്ക്കരുത്. ഇങ്ങനെ നമ്മുടെ പെരുമാറ്റ രീതി ആകുമ്പോഴാണ് സേവനത്തിൽ സഫലത ലഭിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ പ്രിയതമനായ ബാബയെ യഥാർത്ഥ പ്രിയതമയായി ഓർമ്മിക്കണം. ബാബയെ ഓർമ്മിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ, ലഹരിയോടെ, അഭിമാനിയാകുന്നതിനുള്ള പ്രാക്ടീസ് ചെയ്ത് ബാബയെ ഓർമ്മിക്കണം. അതിലൊരിക്കലും കണ്ണുകൾ അടയ്ക്കേണ്ടതിൻ്റെയോ അല്ലെങ്കിൽ തല താഴ്ത്തി ഇരിക്കേണ്ടതിൻ്റെയോ ആവശ്യമില്ല. തല താഴ്ത്തി കണ്ണുകൾ അടച്ചിരിക്കുന്നത് ഭക്തിമാർഗത്തിലെ രീതിയാണ്. ഇവിടെ നാം യോഗം ചെയ്യുമ്പോൾ നാം നിവർന്ന് തന്നെ ഇരിക്കുന്നു, നേരെ തന്നെ മുഖം വയ്ക്കുന്നു, എന്നിട്ട് ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ഇതിനോടൊപ്പം അഭിമാനി ആകുകയും വേണം. വരദാനം: സർവസമ്പത്തുകളും സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും ഉപയോഗിക്കുന്ന അഖണ്ഡ മഹാദാനിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയുടെ ഭണ്ഡാര സദാ നടന്നുകൊണ്ടിരിക്കുന്നു, ദിവസവും നൽകുന്നു, ഇതുപോലെ താങ്കളുടേതും അഖണ്ഡമായ ഭണ്ഡാര നടന്നുകൊണ്ടിരിക്കണം. കാരണം താങ്കളുടെ അടുക്കൽ ജ്ഞാനത്തിൻ്റെ, ശക്തികളുടെ, സന്തോഷത്തിൻ്റെ നിറഞ്ഞ ഭണ്ഡാരയാണ്. ഇത് ഒപ്പം വയ്ക്കുന്നതിലൂടെ, ഉപയോഗിക്കുന്നതിലൂടെ ഒരു അപകടവുമില്ല. ഈ ഭണ്ഡാര തുറന്നു തന്നെയിരിക്കും, എങ്കിലും കള്ളന്മാർ വരില്ല. അടച്ചു വയ്ക്കുമ്പോഴാണ് കള്ളന്മാർ വരുന്നത്. ഇതിനാൽ ദിവസവും തനിക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്തുകൾ നോക്കൂ, സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും ഉപയോഗിക്കൂ, എങ്കിൽ അഖണ്ഡ മഹാദാനി ആയിത്തീരും. ഭണ്ഡാര അർത്ഥം ഖജനാവ്. എത്രത്തോളം നമ്മുടെ ഖജനാവ് നിറഞ്ഞിരിക്കുമോ, അതിൽ നിന്ന് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുമോ, ദാനം ചെയ്തുകൊണ്ടിരിക്കുമോ, അത്രയും ഭണ്ഡാരം നിറഞ്ഞു തന്നെയിരിക്കും. എന്നാൽ ഈ ഭണ്ഡാരം അടച്ചിടുകയാണെങ്കിൽ കള്ളന്മാർ തീർച്ചയായും വരും. ഈ ഭണ്ഡാരത്തിൽ നിറഞ്ഞിരിക്കേണ്ടത് ജ്ഞാനത്തിൻ്റെയും ശക്തികളുടെയും സന്തോഷത്തിൻ്റെയും പലവിധ ദൈവിക അനുഭവങ്ങളുടെയും സമ്പത്തുകളാണ്. ഈ സമ്പത്തുകൾ മറ്റുള്ളവർക്ക് അഖണ്ഡമായി ദാനം ചെയ്തുകൊണ്ടിരിക്കണം. സ്വയം തന്നെ പ്രതിയും ഉപയോഗിക്കണം, മറ്റുള്ളവരെ പ്രതിയും ഉപയോഗിക്കണം. ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ, ദാനം ചെയ്യുന്നതിലൂടെ അഖണ്ഡ മഹാദാനി ആയിത്തീരുന്നു. സ്ലോഗൻ: കേട്ടിട്ടുള്ളത് മനനം ചെയ്യൂ, മനനം ചെയ്യുന്നതിലൂടെ ശക്തിശാലിയാകും. നാം മുരളിയിൽ എന്താണോ കേൾക്കുന്നത് അത് നാം മനനവും ചെയ്യണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ഉത്തരം നമ്മൾക്ക് ലഭിക്കുന്നത്. പല ഉത്തരങ്ങൾ ലഭിക്കുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷം, ലഹരി, അനുഭവം, ഈ കാര്യങ്ങൾ നമ്മെ ശക്തിശാലിയാക്കി മാറ്റുന്നു. ഓം ശാന്തി.